ഇവിടെ പ്രേക്ഷകരെ ജനം നാഷണൽ ബ്രേക്കിംഗ് കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മുൻ അണ്ടർ സെക്രട്ടറി RVS മണി ജനം ടിവിയിൽ മലപ്പുറത്തു നിന്നുള്ള മുസ്ലിം ലീഗ് കേന്ദ്രമന്ത്രിയും അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലാണെന്നും RVS മണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രത് ജഹാൻ കേസിൽ സോണിയാഗാന്ധി നേരിട്ടിടപെട്ടെന്നും RVS മണി വെളിപ്പെടുത്തി. നമുക്ക് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഉറ്റുനോക്കുന്നത് ഈ ഭാരതത്തിൽ ഹിന്ദു തീവ്രവാദം എന്നുള്ള വാക്ക് അത് ആദ്യം ഉപയോഗിച്ചത് ഈ ശിവരാജ് പാട്ടീലാണ്. അതായത് കൃത്യമായ ഗൂഢാലോചന, കൃത്യമായ അജണ്ട അത് ഭാരതത്തിൽ നടപ്പാക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരും ഈ ശിവരാജ് പാട്ടീലും ശ്രമിച്ചു എന്ന് വേണ്ടേ കരുതാൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാകിസ്ഥാനെ പാലൂട്ടി വളർത്തിയ ഒരു നയം മറുവശത്ത് മറ്റു വശത്ത് ഈ ഹിന്ദു ഭീകരവാദം എന്നൊരു അജണ്ട, അതൊരു ഫേക്ക് അജണ്ട സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെ നോക്കിക്കാണാം ഈ വലിയ വാർത്തയെ? ഈ RVS മണിയുടെ ഈ വെളിപ്പെടുത്തൽ അത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ 2-3 വിഷയങ്ങളാണ്. ഒന്ന്, RVS മണി കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ ഏജൻസിയോട് മാത്രമാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്. ANAയോട് പറയുന്ന സമയത്ത് കോൺഗ്രസും പാക് ചാര സംഘടന ISIയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരു മാധ്യമത്തോട് ആദ്യമായി സംസാരിക്കുന്നത് ജനം TVയോടാണ് എന്നുള്ളതാണ്. ജനം TVയോട് സംസാരിക്കുന്ന വേളയിൽ ദേശീയ വാർത്താ ഏജൻസിയോട് പറയാത്തതായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മുടെ അടുത്ത് വെളിപ്പെടുത്തുന്നു എന്നതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം നമുക്കറിയാം UPA സർക്കാരിൻ്റെ കാലത്ത് MP-മാരുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന MP-മാർ മാത്രമാണ് UPA സർക്കാരിൻ്റെ കാലത്ത് UPAയുടെ ഭാഗമായി മുസ്ലിം ലീഗിന് MP-മാരായി ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ അഹമ്മദിനെ പോലെയുള്ളവർ അന്നത്തെ ഭരണ നിർവഹണത്തിൽ വളരെ തന്ത്രപ്രധാനമായ പദവികൾ വഹിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അഹമ്മദിന് ഉൾപ്പെടെ ഈ പാകിസ്ഥാനും ISIയും തമ്മിലുള്ള, അല്ലെങ്കിൽ ക്ഷമിക്കണം, കോൺഗ്രസും ISIയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു ഈ അഹമ്മദ് എന്ന കൃത്യമായ വെളിപ്പെടുത്തലാണ് RVS മണിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് പാക് ചാര സംഘടനയും കോൺഗ്രസും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് എന്ന കൃത്യമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. അതിന് നിരവധി തെളിവുകൾ കൂടി ഹോം മിനിസ്ട്രിയുടെ അണ്ടർ സെക്രട്ടറിയായി അന്ന് പ്രവർത്തിച്ചിരുന്ന RVS മണി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനും ഒപ്പം UPA സർക്കാരിൽ, ഒന്നാം UPA സർക്കാരിൽ സഹമന്ത്രിയായിരുന്ന ഈ അഹമ്മദിനുമൊക്കെ ഇതുമായി വലിയ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത എന്ന് ഇല്ലാത്ത ഒരു പദപ്രയോഗം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ അഹമ്മദിനെ പോലെയുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന വെളിപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ RVS മണി നടത്തുകയാണ്. നമുക്കറിയാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഹിന്ദു ടെറർ എന്ന ഒരു ഇല്ലാത്ത സംഭവത്തെ ഒരു പുതിയ വേർഡ് കോയിൻ ചെയ്തു വരുന്നത്. കാരണം ഹിന്ദു സംഘടനകൾ ധാരാളമായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമൊക്കെ നിരവധി ദേശീയ പ്രസ്ഥാനങ്ങളെ നമുക്കറിയാം. പക്ഷേ അവരൊന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ ആയുധമെടുത്ത് പോരാടുന്നൊരു ശൈലി ഹൈന്ദവ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദുത്വ ദേശീയത എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത്തരം സംഘടനകൾ പ്രവർത്തിച്ചത്. അതിനാൽ തന്നെ ഹിന്ദു ഭീകരത എന്നൊരു പദപ്രയോഗം ലോകത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. എന്നാൽ UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന വേളയിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ആളുകൾ ഈ പദപ്രയോഗം ആദ്യമായി നടത്തിയെന്നതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അത് ശിവരാജ് പാട്ടീൽ ആയിക്കോട്ടെ, സുശീൽ കുമാർ ഷിൻഡെ ആയിക്കോട്ടെ, P ചിദംബരം ആയിക്കോട്ടെ, ദിഗ്വിജയ് സിംഗ് ആയിക്കോട്ടെ, ആ സമയത്ത് തന്ത്രപ്രധാനമായ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവരോ അന്ന് സോണിയാഗാന്ധിയുമായി അടുത്ത് നിന്ന ആളുകളോ ആണ് ഈ ദിഗ്വിജയ് സിംഗും സുശീൽ കുമാർ ഷിൻഡെയും ശിവരാജ് പാട്ടീലും P ചിദംബരവും ഒക്കെ. അപ്പം ഈ നേതാക്കളാണ് ആദ്യമായി ഹിന്ദു ഭീകരത എന്നൊരു പദപ്രയോഗം ഭരണത്തിലിരുന്നു കൊണ്ട് നടത്തുന്നത്. അതിലെല്ലാം ഈ അഹമ്മദിനെ പോലെ കേരളത്തിൽ നിന്നുള്ള, മലപ്പുറത്ത് നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിക്കും വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു എന്നാണ് RVS മണി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം 2001 നമ്മുടെ കേരളത്തിൽ നടന്ന മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നത് നമുക്കറിയാം. മാറാട് കലാപത്തെപ്പറ്റി അന്വേഷണം നടത്തിയ തോമസ് P ജോസഫ് കമ്മീഷൻ ഉൾപ്പെടെ മുസ്ലിം ലീഗിന് എന്തായിരുന്നു ഈ കലാപത്തിലുള്ള റോൾ, അല്ലെങ്കിൽ ഈ കലാപം നടപ്പാക്കാൻ
ഒഴിവാക്കിയ അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ രൂപമായ NDF, ആ NDFന്റെ ഭീകരന്മാരെ കേരളത്തിൽ അന്ന് ഭരണത്തിന്റെ ഭാഗമായിരുന്ന ലീഗ് എങ്ങനെയാണ് അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നതിനെ പറ്റിയൊക്കെ മാറാട് കലാപത്തെ പറ്റി അന്വേഷണം നടത്തിയ തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിലും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ലീഗിന് ഇത്തരം ഭീകരശക്തികളുമായി അടുത്ത ബന്ധമുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ കാര്യമാണ് RVS മണി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന് ദേശീയ തലത്തിൽ ഭരണത്തിന്റെ ഭാഗമാകാൻ അവസരം കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധിയെ പോലെ ഒരു വ്യക്തി ഇരിക്കുന്ന വേളയിൽ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗും ഏർപ്പെട്ടു എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ്.